ഓം നമ ശിവായ. നമുക്ക് ഓം നമ ശിവായ പറയുമ്പോൾ തന്നെ വടക്കുന്നാഥനല്ലേ ഓർമ്മ വരും. അതാണ് ആ ഇത് ഗോപുരം ഇട്ടത്. ശിവനും പാർവതിയുടെയും അനുഗ്രഹം ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ടാവട്ടെ. ശിവരാത്രിയുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ഐതിഹ്യം എന്താണെന്നൊന്ന് ഓരോരുത്തർ കമൻറ്റ് ചെയ്താൽ സന്തോഷം. കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈസ്റ്റിലെ അടുത്തുള്ള ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട് ശിവമന്ദിർ സ്വയംഭൂവാണ്. അവിടെ ഇന്ന് ശിവരാത്രിക്ക് തൊഴാൻ പോയതും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം പതിവ് പോലെ നമ്മുടെ അമ്പല ദർശനം ഓം ചാൻഡിങ്ങിലൂടെ തന്നെ കേട്ടോ. കഴിഞ്ഞ് അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. അത് അത്ര മീൻസ് ആ ഒരു അമ്പലത്തിൻ്റെ പറയില്ല ശിവൻ്റെ ആ ഒരു ഇത് അവിടെ ടി വിയിൽ കാണിക്കുന്ന അഭിഷേകം അവർ സ്ക്രീനിൽ കാണിക്കുന്നത് ഷൂട്ട് ചെയ്തതാണ്. കല്ലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് അഭിഷേകങ്ങളൊക്കെ നടക്കുക. ഇപ്പോൾ എല്ലാവർക്കും ചെന്നവർക്ക് അഭിഷേകം ചെയ്യാം, പൂജ ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അതാണ് നമ്മുടെ രീതിയല്ല. ഇവിടെ എല്ലാവരും ചെല്ലുന്നവരെല്ലാം പൂജാരികൾ. നമ്മൾ പൂജ ചെയ്താൽ നമുക്ക് വേണ്ടി നമ്മൾ പൂജ ചെയ്താലേ ഗുണം കൂടുതൽ കിട്ടുമെന്നുള്ള വിശ്വാസമാണ്. അതും ശരിയാണെന്ന് തോന്നും ചില സമയത്ത്. അമ്പലത്തിൽ നല്ല എത്ര ഇതായിട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട്. എത്ര പൂവുകൊണ്ട് എത്ര ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. തരത്തിൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ലൈറ്റ് ഞാൻ വെളിച്ചമ്മ നേരത്തെ പോയതെന്നാണ് ആ ലൈറ്റ് പോയിട്ടില്ല. നേരത്തെ പോയിട്ട് അതാണ് ആൾക്കാരുടെ തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ലൈനിൽ നിന്ന് ഒരു പ്രശ്നമില്ല കേട്ടോ. പെട്ടെന്ന് പോയി വരാം. അങ്ങനെ ആ ഒരു ഇതിൽ ആണ് കണ്ടിട്ട് നമുക്ക് പതിപോലെ ഓം ചാൻഡിങ്ങിലൂടെ ദർശനം കാണാം. എല്ലാവരും നല്ല ഭംഗിയുണ്ട്. ഒന്ന് മാത്രം അയോധ്യ ശ്രീരാമന് മാത്രം മുഴുവനൊന്നും കാണിച്ചിട്ടില്ല പകുതിയിൽ. പക്ഷെ എന്നാലും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഓം നമ ശിവായ. ശിവപാർവതി നമഃ. ഹരി ഓം. Ooh.